മനസ്സിലുള്ള ഹണി റോസിനെ വെച്ചിട്ടാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഹണി റോസ് തകർന്നു പോയി. ഹണി റോസ് ഇങ്ങനെ ഇറച്ചിയൊക്കെ വിട്ട് നിൽപ്പുണ്ട്. ഹണി റോസിന്റെ വേഷഭൂഷാദികൾ, രീതികൾ, മട്ടും ഭാവം എല്ലാം ഹണി റോസേ അല്ല, റീച്ചലായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഹണി റോസിന്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന ഒരാളാണ്, കമന്റ് ഒക്കെ അടിച്ചിട്ട്. അത്തരത്തിലൊരു കഥാപാത്രം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് ഞാൻ കണ്ടത്. അതുവരെയും വളരെ നന്നായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്രൂ നല്ലതാണ്. അപ്പം വളരെ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. രാധികയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റേച്ചലിന്റെ ഒരു ഭാഗമായി മാറിയത്? എന്നെ ആനന്ദിനി ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ പോർഷൻ മാത്രമാണ് അവര് പറയാ ആദ്യം. അപ്പൊ അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ ആണ് നമ്മൾ ബാക്കി ഈ കഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ആദ്യം എന്നെ ഞാൻ തെരേസ എന്നുള്ള ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം അതില് ആദ്യം ഇങ്ങനെ ജസ്റ്റ് വളരെ വൺ ലൈൻ ആയിട്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഇതിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. കാരണം അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് സ്ത്രീകൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റുകൾ അങ്ങനെ ഉണ്ടാവാറില്ല.